ഏട്ടാ ഈ വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു അത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ ഒമ്പതാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന, അതായത് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള അഭിലാഷിനെ എല്ലാവർക്കും അറിയാലോ. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അഭിലാഷും ഭാര്യയും യൂട്യൂബിലെ ഫേമസ് കപ്പിളാണ്. അഭിശ്രീ എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതുകൊണ്ട് തന്നെ അഭിശ്രീ കപ്പിൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പൊ നിലവിൽ അഭിലാഷിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഏകദേശം ഒരു 9 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. വളക്കാപ്പ് ഫംഗ്ഷൻ അടക്കം ഇവർ ഈ അടുത്ത് നടത്തിയതായിരുന്നല്ലോ. എന്തായാലും അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന അഭിശ്രീ കപ്പിൾസ് ഒരു ഫോട്ടോഷൂട്ടും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നടത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അത് നെഗറ്റീവ് കമന്റുകളുടെ ചാകരയാണ്. കമന്റ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് തണ്ടിത്തരം പറയാനുള്ള അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ. എന്തായാലും വൻ നെഗറ്റീവ് ആണ് ഇവർക്ക് ആ ഫോട്ടോഷൂട്ട് നടത്തിയത് കാരണമായി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഈ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിൽ എന്താണ് ഇപ്പൊ ഇത്ര നെഗറ്റീവ് വരാൻ എന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, ഈ ഫോട്ടോഷൂട്ടിൽ പെണ്ണ് വയറ് കാണിച്ചതാണ് പ്രശ്നം. ഈ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോ വയറ് കാണിച്ചത് ഇപ്പൊ ഇത്ര വലിയ തെറ്റാണ്. ഇനി പ്രഗ്നൻസി വയറും ആളുകൾ കാമക്കണ്ണുകളോടെയാണോ നോക്കി കാണുന്നത്? ബോളിവുഡിലെ ദീപിക പടുക്കോൺ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ ആ ഫോട്ടോസ് ഒക്കെ കണ്ടു വാവ് സൂപ്പർ ആണെന്ന് പറഞ്ഞവരാണ്. അല്ലെങ്കിൽ ബോളിവുഡ് വിട്, നമ്മുടെ ദിയാകൃഷ്ണ പോലും പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ നല്ലത് പറഞ്ഞവരാണ്. ഇപ്പുറത്ത് വന്ന് കുലസ്ത്രീ വർത്താനം പറയുന്നു. ഇനിയിപ്പോ കുറെ എണ്ണം വരും, അവര് ദിയാകൃഷ്ണനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചോണ്ട്. അയ്യന്റെ മോനെ, ഞാൻ ആരെയും കമ്പയർ ചെയ്യുന്നതല്ല. ആൾക്കാരുടെ സെലക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞതേ ഉള്ളൂ. അതെന്തേലാവട്ടെ. അങ്ങനെ ഈ കമന്റുകളെല്ലാം അതിര് വിട്ടപ്പോഴാണ് അഭിശ്രീ ഇതിനെതിരെ വീഡിയോ ആയിട്ട് വരുന്നത്. തെറിവിളികൾ ഉണ്ടാവും, കുട്ടികൾ കാണേണ്ട എന്ന ഡിസ്ക്ലൈമർ ഇട്ടുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെന്തായാലും ആ വീഡിയോ കണ്ടോ. ഏട്ടാ ഈ വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു? വയറ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു വയറ്റിനകത്ത് എൻ്റെ ഒരു കുഞ്ഞു വെളി വരാൻ പോകുന്നു. ഇതേപോലെ ഒരു വയറ്റിൽ നിന്നാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലെ ഒരു വയറ്റിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്നറിയത്തില്ല. കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറെ കുലസ്ത്രീയും കുല പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. അല്ല, വീഡിയോ ചെയ്യുന്നവർ അവരവരുടെ പറയുന്ന പോലെ അതിപ്പോ നമുക്ക് അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്യാം. അവർക്ക് അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കുറെ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്നാലേ അവർക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കയറി പോകാനൊക്കെയുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പോൾ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവുമല്ലോ. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ പ്രതികരിച്ചിട്ട് അവന്മാർക്കോ അല്ലെങ്കിൽ അവൾമാർക്കോ വൈറലാക്കി കൊടുക്കാനുള്ള ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതാരാണ് അപ്പൊ യൂട്യൂബിലെ കുലസ്ത്രീയും കുലപുരുഷനും ഒക്കെ? അപ്പൊ അങ്ങനെ കുറെ ടീംസ് ഉണ്ടെന്നാണ് അഭിലാഷ് പറയുന്നത്. ബിഗ് ബോസിൽ കയറാൻ വേണ്ടി മനഃപൂർവ്വം അടി ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇവര് പോലും. മേ ബി ശരിയാവും. ബിഗ് ബോസ് ഒഡീഷനൊക്കെ അടുത്തല്ലോ. അപ്പൊ അതിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ പരാക്രമങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. നെഗറ്റീവ് പറഞ്ഞ് അടി ഉണ്ടാക്കി ആൾക്കാരുടെ ശ്രദ്ധ നേടും. അതാണ് ഇവരുടെ മെയിൻ പരിപാടി. എന്നാൽ അഭിലാഷ് ഏതെങ്കിലും ഒരു 2 ചാനലിന് പേരെങ്കിലും പറയായിരുന്നു. ഞങ്ങൾക്കൊന്ന് റോസ്റ്റ് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കിയത്. പോട്ടെ, സാരല്ലേ, ഇനിയിപ്പോ എന്ത് പറയാനാണ്. പിന്നെ അറിയാലോ, ഈ അഭിശ്രീ കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇവർക്ക് പുത്തിരിയല്ല. ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നെഗറ്റീവ് കമന്റ്സ് ഇവർ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഭിലാഷ് മുന്നേ ഇതേപോലെ നെഗറ്റീവ് പറയുന്നവരോട് റിപ്ലൈ ചെയ്യാറുമുണ്ട്. ഇതിനു മുമ്പ് റാഷി ഡ്രോപ്സ് എന്ന് പറയുന്നവൻ കാലിന് മുടന്തുള്ളവരെ കളിയാക്കിക്കൊണ്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അഭിലാഷ് അതിനെ എതിർത്തോണ്ടൊക്കെ പ്രതികരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തവനാണ്. നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണും. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തായാലും ഇവരുടെ വൈറലായ ഫോട്ടോഷൂട്ടിന്റെ പിക്ചർ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. കണ്ടെടുത്തോളം നല്ല ഫോട്ടോസ് ആണല്ലേ. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. മാതൃത്വം നിറഞ്ഞു നിൽക്കുന്ന വയറ് കാണിച്ചെന്ന് വിചാരിച്ച് ഒരു മോശവും ഇല്ല. ഒരു കുഞ്ഞാണ് അതിൽ തങ്ങി നിൽക്കുന്നത്. അവര് വളരെ സന്തോഷത്തിലെടുത്തൊരു ഫോട്ടോയാണ്. എന്തായാലും ഈ ഫോട്ടോക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്ന് കേട്ടു. അതിനെ കുറിച്ച് അഭിശ്രീ സംസാരിക്കുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കേട്ടോക്കാം. എന്താ ചിലരുടെയൊക്കെ ഒരു വിചാരം ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങ് മോശക്കാരാണ്. മോശമല്ല, ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ചിലരുടെ വിചാരം. ഇപ്പൊ നമ്മൾ മാത്രം ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ജനറേഷനിലൊക്കെ ജീവിക്കുന്നവരാണോ? വന്ന രസകരമായിട്ടുള്ള നല്ല കിടിലമായിട്ടുള്ള കുലച്ചേട്ടന്മാരും ഇട്ടിരിക്കുന്ന കുറച്ച് കമന്റ്സ് രസകരമായിട്ട് നമ്മൾ ഫണ്ണായിട്ട് കണ്ടിട്ട് വിട്ട കുറച്ച് സാധനമാണ്. റെസ്പെക്ട് മം ബട്ട് ദിസ് ഈസ് ഓവർ. കുറച്ചൊക്കെ നാണോ മാനവും വേണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നാണോ മാനോ വേണ്ടത്? അല്ല, ഇത് വയറ് ഇത്രയും പോർഷൻ ഒരു സ്ത്രീയുടെ ഇത്രയും പോർഷൻ എന്ത് നാണോ മാനോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ഇത് ഇപ്പൊ കാണാൻ പാടില്ലാത്ത സാധനമായിട്ട് എന്താണുള്ളത്? അത് ഇവളുടെ ഈ 2 സാധനം ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ ഇവളുടെ പ്രൈവറ്റ് പാർട്ട് ഓപ്പൺ ചെയ്തിട്ടോ ഈ ഒരു വയറെന്ന് പറയുന്ന പോർഷനിൽ എന്ത് നാണോ മാനോ? വേണ്ട. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എൻ്റെ വയറാണ്.
അപ്പോൾ ഇത് കണ്ടിട്ട് തോന്നാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് അത് ഈ ഒരു കുഞ്ഞു കിടക്കുന്ന വയറ് കണ്ടിട്ട് എനിക്ക് കാണുമ്പോൾ എന്തുകൊണ്ട് തോന്നുന്നു? ഒരു പുരുഷന്റെ തോന്നുന്നു വയറിൽ ഈ പോർഷനിൽ 6 പാക്ക് ഒന്നും അല്ല കേട്ടോ, ഫാമിലി പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ താഴെ കമൻറ്റ് ഈ അവൻ്റെ വയറ് കൊള്ളൂല പറയുള്ളൂല എന്ന് പറഞ്ഞിട്ട് വരരുത്. ഇത് നോർമലായിട്ടുള്ളൊരു വയറ്. ഇത് കണ്ടിട്ടൊന്നും തോന്നാത്ത ഒരു ആൺകുട്ടി ഷർട്ടുമില്ലാതെ 6 പാക്കും കാണിച്ച് ഫുൾ ബോഡിയും കാണിച്ച് വീഡിയോ ഇട്ടാൽ പ്രശ്നമില്ലാത്തവർക്ക് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വയറ്, അതും ഒരു കുഞ്ഞ് കിടക്കുന്ന വയറ് കാണുമ്പോൾ എന്തുകൊണ്ട് ഇവനൊക്കെ ഇത് തോന്നുന്നു എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവനൊന്നല്ല, ഇവളുമാർക്ക്. കാര്യം ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, അതും കുലസ്ത്രീകളായിട്ടുള്ള കുറേ പെണ്ണുങ്ങൾ. പിന്നെ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോൾ അത് പോയി കിട്ടി. നിങ്ങളുടെ ഇഷ്ടം ആർക്ക് വേണം? നിങ്ങളുടെ ഇഷ്ടം വേണ്ട. കാര്യം നിങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് പ്രാവശ്യം നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വേണ്ട. അതെ, അത്രേ ഉള്ളൂ. കറക്റ്റ് എന്നോട് അഭിശ്രീ പറഞ്ഞു. കുഞ്ഞുള്ള വയറ് കാണിച്ചെന്ന് വിചാരിച്ച് ഈ വേച്ച എന്നൊക്കെ വിളിക്കുന്നത് കുറച്ച് ഓവർ തന്നെയാണ്. എന്തുകൊണ്ട് ആണുങ്ങൾ വയറ് കാണിക്കുമ്പോൾ പ്രശ്നമില്ല, പെണ്ണുങ്ങൾ വയറ് കാണിക്കുമ്പോൾ പ്രശ്നമാകുന്നു എന്നതിനുള്ള ഉത്തരം നമ്മുടെ പഴയ സംസ്കാരമാണ്. ഇപ്പോഴും പല ആളുകൾക്കും ആ സംസ്കാരത്തിൽ നിന്നും പുറത്ത് ചാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത്തരത്തിൽ നെഗറ്റീവ് മാത്രം പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ തനിക്ക് വേണ്ട എന്നാണ് അഭിശ്രീ പറയുന്നത്. അല്ല, ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുകയോ അൺസബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്തോ, അതാണ് ഏറ്റവും ബെറ്റർ. ഈ കമന്റ് ഇട്ടതിൽ കൂടുതലും സ്ത്രീകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ താഴ്ത്തി സംസാരിക്കും ൊക്കെ എന്ത് പറയാനാണ്? പണ്ടുള്ളവർ പറഞ്ഞ കേട്ടിട്ടില്ലേ, സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെ എന്നുള്ളത്. അതിപ്പോ എന്തായാലും കണ്ടു. എന്തായാലും ഇവര് ബാക്കി കൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി കണ്ടു നോക്കാം. കുറെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഓവറായിരുന്നു, ബോർ ഡ്രസ്സിങ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഈ കുലസ്ത്രീ ചമഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവരെയൊക്കെ മക്കളെ കുറിച്ചൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വരുന്ന വളർന്നു വരുന്ന ലൈഫാണ്, ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവർ എന്ത് ഇവർ ചുരിദാർ ഇടുന്നതാണോ? ചുരിദാർ ഈസ് പിന്നെ എന്താ ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ലെഗിൻസ് ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ജീൻസ് ഇന്ത്യൻ ഇട്ടിരിക്കുന്ന ജീൻസ് ഇന്ത്യൻ കൾച്ചറാണോ? ഇന്ത്യൻ കൾച്ചർ മുണ്ട് സാരിയും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ തമിഴ്നാട്ടിലൊരു മറ്റവൻ തലക്കിടിച്ച് കൊന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ആ കൊച്ചിനെ ഈ ഇടിച്ച് തലക്കിടിച്ച് ഇത്രയും ഇതാക്കി റേപ്പ് ചെയ്ത് കൊന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു ജസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്നത്, ആലോചിക്കണം. അടുത്തത്, ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭിണിയാവുക എന്നതൊരു ഭാഗ്യമാണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗർഭകാലത്തെ ഒരു പവിത്രതയാണ് ഈ ഫോട്ടോ. ഗർഭകാലത്തിന്റെ ഒരു പവിത്രത ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് കളഞ്ഞു കിട്ടി. എന്താണ് ഈ പവിത്രത? എന്തുകൊണ്ട്, എങ്ങനെ കളഞ്ഞു കുളിച്ചു എന്നാണ് നിങ്ങൾ? തൻ്റെ ഭാര്യയുടെ വയറ് നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തോന്നുന്നു? കഷ്ടം. കാശിന് വേണ്ടി ഇങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഇതാണ് ഇവരുടെ വിചാരം. 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷപ്രഭുക്കളാണ്. എന്റെ പൊന്ന് മൈരന്മാരെ ഉള്ള കാര്യം പറയാം. 10 ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ് പൈസ തരാൻ ഫേസ്ബുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ, മനസ്സിലായില്ലേ? 10 ഫോട്ടോ ഇട്ടിട്ട്, അതുമല്ല ഭാര്യയുടെ വയറ് പ്രദർശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? പ്രദർശിപ്പിച്ച് പൈസ ഉണ്ട്. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഞാനാണ് ഡ്രസ്സ് ചൂസ് ചെയ്തതും. അതുപോലെ ഇവളുടെ ഡ്രസ്സിങ്ങിൽ കയറി അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? എൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ കയറിയിട്ട് ഇത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അമ്മ ആ ഡ്രസ്സ് ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് പറയാൻ ഞാൻ ആരാണ്? എന്താണ് നല്ല കലിപ്പിലാണ് അല്ലേ? നല്ലോണം കൊടുക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റ്സ് ഇട്ടവർക്ക്. അല്ലെ, പൊതുവേ കാണുന്ന ഒരു രീതിയാണ്. ഭാര്യമാർ എന്തെങ്കിലും മോഡേൺ ഡ്രസ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഭർത്താക്കന്മാരെ പൈചാരുന്ന ഒരു രീതി. ഭാര്യ എന്തെങ്കിലും ഒരു മോഡേൺ ഡ്രസ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും? അവളുടെ ഭർത്താവ് ഉണ്ടാക്കാനായതുകൊണ്ടാണ്, കണ്ടില്ലേ അവളെ കയറൂരി ഇട്ടേക്കുന്നു എന്നൊക്കെ ആയിരിക്കും അല്ലെ? ഒരാളെ കെട്ടിയെന്ന് വിചാരിച്ച് ഭാര്യമാരുടെ ഇഷ്ടങ്ങളെല്ലാം അടിച്ചമർത്തണം എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? എല്ലാ ആണുങ്ങളും മെയിൽ ഷോവനിസ്റ്റ് ആവണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ തരം ആൾക്കാരാണില്ലേ? ഇവിടെ മനുഷ്യന്മാർക്ക് കാമം തോന്നാൻ ഡ്രസ്സിന്റെ അളവ് കുറയണമെന്നൊന്നുമില്ല. അഭിലാഷ് പറഞ്ഞ പോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നത് ഡ്രസ്സിന്റെ അളവ് കുറഞ്ഞിട്ടാണ്. കഴിഞ്ഞില്ല, അഭിശ്രീ റിപ്പോർട്ട് വീഡിയോക്ക് താഴെ വന്ന കമന്റ്സ് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഞാൻ 1-2 വായിച്ചുതരാം. മലയാളികളാണ്, എല്ലാം ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. കമന്റ് ബോക്സ് ഓഫാക്കി ഇട്ടാൽ പോലെ പലർക്കും ഒരു അയ്യവോ മനോഭാവം ഉണ്ടാകും ഇത്തരത്തിലുള്ള പിക്സ് കാണുമ്പോൾ. മേ ബി നിങ്ങൾ വീട്ടിലുള്ളവർക്ക് പോലും ഉണ്ടാകും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അമ്മമാർക്കും ഇതൊന്നും അവരുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഉൾക്കൊള്ളാനാവില്ല. ബി പോസിറ്റീവ് ആൻഡ് ടേക്ക് കെയർ. നിങ്ങൾ ഈ വ്ലോഗ് ചെയ്യരുതായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ്, എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ പരിപാടി ചെയ്താൽ പോരെ. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ വരെ ബാധിക്കും. നിങ്ങളോട് മാന്യമായി കമന്റ് ഇട്ടവരെ നിങ്ങൾ വളരെ മോശമായാണ് തിരിച്ച് കമന്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ മോശം ആറ്റിറ്റ്യൂഡ് അതിൽ കാണാം. കണ്ടല്ലോ, ഈ പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. ചില കമന്റ്സിനോട് ഇവർ ഓവറായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് കരുതി സോഷ്യൽ മീഡിയ ആകുമ്പോൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് വരും. അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്ന മനോഭാവം ഉണ്ടാവരുത്. കാരണം ഇവർക്ക് അവിധത്തിലുണ്ടായ കുഞ്ഞാണിത് എന്ന് വരെയുള്ള കമന്റുകൾ വന്നിട്ടുണ്ട്. അവൻ ബിഗ് ബോസിൽ പോയപ്പോൾ ഉണ്ടായ കുഞ്ഞാണ് ഇത് എന്നൊക്കെയുള്ള കമന്റുകൾ വന്നിട്ടുണ്ട്. ഇത്രയും മോശം കമന്റ്സ് വരുമ്പോൾ മിണ്ടാതിരിക്കണോ? നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കണം. അതിനെക്കുറിച്ച് അഭിശ്രീ പറയുന്നൊന്ന് കേട്ടോക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട്. എന്തോന്ന്? ശിവപാർവതി എന്നുള്ള കമന്റാണ്.
ഇവക്കൊന്നും സത്യം പറഞ്ഞാലോ. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമന്റ് ഇട്ടത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന, അതായത് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കമൻ്റ് ഇട്ട ആൾ അതാരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. അവനെ പൊക്കി എടുത്തിരിക്കും ഞാൻ, അവനാണെങ്കിലും അവളാണെങ്കിലും. കാരണം ബിഗ് ബോസിൽ ഹസ്ബൻഡ് പോയപ്പോൾ പ്രഗ്നന്റ് ആയി. അതായത് എന്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുണ്ടച്ചി മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അതെ, ഇമാതിരി ചറ്റ കമന്റിനൊക്കെ നിങ്ങൾ കേസ് കൊടുക്കുക വേണം. കമന്റിൽ എന്തും പറയാന്നുള്ള ഒരു ധൈര്യം അത് കുറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേസ് കൊടുത്ത് ഇവർ ഒതുക്കുക തന്നെ വേണം. നമുക്കറിയാം, മുമ്പ് ആം സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞൊരു ചാനലില് അവരുടെ കുഞ്ഞ് ചത്ത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഏതോ ചെറിയൊരു ചെക്കനാണ് ആ കമന്റ് ഇട്ടേക്കുന്നത്. അവര് കേസ് കൊടുത്ത് ആ ചെക്കനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ചെയ്യണം എന്നുള്ളതാണ്. വന്ന് എന്തും കമന്റ് ഇടാന്നായിട്ടുണ്ട് ചിലർ. ഇത്തരത്തിലുള്ള കമന്റ്സിന് കേസ് കൊടുക്കുക തന്നെ വേണം. ഇനി ഇങ്ങനെ നടക്കുന്ന കമന്റ്സ് ഇടാൻ അവരൊന്ന് ഭയക്കണം. അതുപോലെ വേറെ ഉണ്ട് കേട്ടോ, നമുക്ക് കണ്ടോക്കാം. ശിവപ്രിയൊക്കെ ഉണ്ട്. അടുത്തത് സ്വപ്ന എന്ന് പറയുന്ന ഒരു ആളുടെ കമന്റാണ്. ഇത് ഞാൻ ഈ 2 കമന്റിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 കമന്റിന് വേണ്ടിയിട്ടാണ്. എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ആണിത്, നിനക്ക് നാണവും മാനവും ഉണ്ടോ ഞൊണ്ടിക്കാല. ഞൊണ്ടിക്കാല, നീ നിന്റെ തന്തയെ പോയി പറയണം മയിലേ, നിന്റെ തള്ളയെ പോയി പറയണം. ഇവള് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മനസ്സിലായോ? ഇത്രയും പച്ചയ്ക്ക് ഞാൻ തെറി വിളിക്കുന്നതിന്റെ കാര്യം എന്താ അറിയോ? ഒരാളുടെ അവളുടെ പേഴ്സണലി അവളുടെ ഇഷ്ടത്തിന് അവള് വയറ് കാണിച്ചോ എന്തെങ്കിലും സാമാനം കാണിച്ചോ അവൾ ഫോട്ടോ ഇടുന്നോ വീഡിയോ ഇടുന്നോ അവളുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ ഫോട്ടോ ഞാൻ ഇട്ടു, ഹസ്ബൻഡായിട്ട് കൂടെ നിന്നു, ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അതിന് നീ എന്തിനാണ് മയിലെ എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അതിന് നീ എന്തിനാ എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അത് പറ. പിന്നെ ഇത്രയും ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ഞാൻ തെറി വിളിക്കുന്നത്. അതിന് കാരണം ഈ കാലിന്റെ പേരിൽ കുറെ കുണയ്ക്കുന്നുണ്ട് കുറെ മയിലുകൾ, മനസ്സിലായോ? അത് വേണ്ട, ഇതങ്ങോട്ട് മാറ്റിക്കള. ഇത് മാറ്റിട്ട് നേർക്ക് പറ. എന്തായാലും ഒരാളുടെ ഡിസബിലിറ്റിയെ കുറിച്ചൊക്കെ ഇങ്ങനെ കളിയാക്കുന്നത് വളരെ മോശം പരിപാടിയാണ്. ഈ പറയുന്നത് നമ്മളൊക്കെ പെർഫെക്റ്റ് ആണോ? എല്ലാവർക്കും ഓരോ കുറവുകൾ ഉണ്ടാവും. എന്നിട്ടും എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കണം എന്ന ബോധത്തോടെ ഇങ്ങനെ കമന്റുകൾ ഇട്ടുന്നത്? നെഗറ്റീവ് കണ്ടാൽ പറയാം, പക്ഷെ അതൊരു വൈരാഗ്യം പോലെ ആവരുത്. എന്തായാലും അഭിലാഷ് തന്നെ നല്ല കണക്കിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മാത്രമല്ല കേട്ടോ, വേറൊരു കപ്പിളും കൂടി ഉണ്ട്, സെൻസറി കപ്പിൾ എന്ന് പറഞ്ഞു. അവരുടെ വീഡിയോക്ക് താഴെയും ഇതുപോലുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും അഭിഷേകയെ സംബന്ധിച്ചിടത്തോളം വയറ് കാണിച്ചത് മാത്രമല്ല കേട്ടോ പ്രശ്നം. ഇവര് വളക്കാപ്പിന് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെയും നെഗറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വളരെ നല്ല വീഡിയോ അല്ലേ? ഒരു മോശം നമുക്ക് ഈ വീഡിയോയിൽ പറയാനില്ല. വളരെ നല്ല രസത്തിലാണ് ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. രണ്ടാളും ചെറിയ രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്ത് സ്റ്റേജിലേക്ക് കയറുന്നു. എന്നാൽ ഇതിലിപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ്സ് ആണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാൻഡ് പരിപാടി തന്നെയായിരുന്നു ഇവരുടെ വളക്കാപ്പ്. അഭി പങ്കെടുത്ത ബിഗ് ബോസ് സീസണിൽ ഒട്ടുമിക്ക ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അഭിശ്രീ കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു മഹാ സൗഭാഗ്യം ഉണ്ടാകാൻ പോവുകയാണ്. അതിന് സന്തോഷം അവർ പ്രകടിപ്പിക്കും. അതങ്ങനെ എടുത്താൽ പോരെ. അതിന്റെ അടി വരെ നെഗറ്റീവ് കമന്റ്സ് ഒന്ന് പറയാന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഞാൻ ചില കമന്റ്സ് വായിച്ചു തരാം. വൈറലാകാൻ എന്ത് ആഭാസത്തരവും കാണിക്കുന്ന കുറെ മലരുകൾ, കാണുന്നത് ആർക്കും താല്പര്യമില്ല, തെളിച്ചമില്ല. ഇതെല്ലാം എന്തിനു ലോകരെ കാണിക്കണം? കഷ്ടം. നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കേണ്ട എന്ത് കോമാളിത്തരങ്ങളും രണ്ടുപേരും. ലേബർ റൂമിൽ ഈ തുള്ളൽ കാണണം, അവിടെ ചെന്നിട്ടായോ അമ്മേ എന്ന് വിളിക്കരുത്. ആഹാ, ലേബർ റൂമിൽ പെയിൻ വരുമ്പോ ചേട്ടൻ പറഞ്ഞതിനെ കൊണ്ട് വേണമെങ്കിൽ 2 സ്റ്റെപ്പ് ഇടാം. ഇതേ മതിയോ? എന്തോന്നിടെ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണ് കമന്റ് ചെയ്യുന്നത്. അവര് വെച്ചൊരു പരിപാടി, അവരിൽ ഡാൻസ് കളിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എന്തിനാണ് ഇത്ര ഹെയ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോ ഡാൻസ് കളിച്ചാൽ കുഴപ്പം, ചിരിച്ചാൽ കുഴപ്പം, നിന്നാ കുഴപ്പം, എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉള്ളത്? എന്തേലും ആവട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.